ഹലോ ഹായ് വെൽക്കം ടു വൺസ് ബിടെക് KTU 2024 സ്കീമിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിന്റെ 4th സെമസ്റ്റർ സബ്ജക്റ്റ് ആയിട്ടുള്ള സിങ്ക്രണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസ്, അതായത് PCEET 402 എന്ന സബ്ജക്ട് കോഡുള്ള 4 ക്രെഡിറ്റ് ഉള്ള ഈ സബ്ജക്റ്റിന്റെ മൊഡ്യൂൾ 2-ലെ ഏതാനും ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളെ കുറിച്ചിട്ട് വളരെ ലഘുവായിട്ടുള്ള ഒരു വിവരണം. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ വേറെ ഇട്ടിട്ടുണ്ട്. തിയറി വീഡിയോസ് ഇട്ടിട്ടുണ്ട്, പ്രാക്ടീസ് സെഷൻസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉള്ള വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ടുള്ള ഒരു ഡെമോ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോൾ ജനറേറ്ററിന്റെ ഒരു ഇൻട്രഡക്ഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നത് AC ജനറേറ്റർ ഓർ സിങ്ക്രണസ് ജനറേറ്റർ ഓർ ആൾട്ടർനേറ്റർ, അത് ഈ വക കാര്യങ്ങളുടെ ഇൻട്രഡക്ഷൻ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ് പ്രിൻസിപ്പിൾ, റെഗുലേഷന്റെ മെത്തേഡുകൾ, ഇതൊക്കെ നമ്മൾ മൊഡ്യൂൾ 1-ലാണ്. മൊഡ്യൂൾ 2-ൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കുറച്ച് പോയിന്റുകളുണ്ട്. പാരലൽ ഓപ്പറേഷൻ ഓഫ് ആൾട്ടർനേറ്റേഴ്സ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മനസ്സിലായ? പാരലൽ ഓപ്പറേഷൻ ഓഫ് ആൾട്ടർനേറ്റേഴ്സ്, ടു റിയാക്ഷൻ തിയറി, സിങ്ക്രണസ് മോട്ടോറിന്റെ വർക്കിംഗ്, വി കർവ് ആൻഡ് ഇൻവെർട്ടഡ് വി കർവ്, ഇതെല്ലാമാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇത് ഡെമോ കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നേരത്തെ വീഡിയോ തന്നെ വ്യക്തമായിട്ട് കാണണം. ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ പാരലൽ ഓപ്പറേഷൻ ഓഫ് ആൾട്ടർനേറ്റേഴ്സ് എന്താ? പാരലൽ ഓപ്പറേഷൻ വെച്ചാൽ connecting an alternator in alternator is also known as AC generator or synchronous generator. Alternator is also known as AC generator or synchronous generator. Connecting an alternator in parallel with another alternator is known as synchronization or parallel operation. രണ്ടും എന്താണ്? കണ്ടാ? Connecting an alternator in parallel with another alternator is known as a parallel operation or synchronization. എന്താണ് പാരലൽ ഓപ്പറേഷന്റെ നെസസിറ്റി? എന്താ ആവശ്യത്തിനാണ് പാരലൽ ഓപ്പറേഷൻ ചെയ്യണേ? ഒന്ന്, ഒരു ആൾട്ടർനേറ്ററും വേറൊരു ആൾട്ടർനേറ്ററും കൂടെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്നത് എന്താ ആവശ്യത്തിന് വേണ്ടിയിട്ടാ? ഒന്ന്, ഇറ്റ് എനേബിൾസ് എ ഫോൾട്ടി ആൾട്ടർനേറ്റർ ഫോർ റിപ്പയർ. ഒന്നിൽ കൂടുതൽ ആൾട്ടർനേറ്റർ ഒരു ആൾട്ടർനേറ്റർ മാത്രമുള്ള ഒന്നിക്കും ആ ആൾട്ടർനേറ്റർ കേട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലോ നമുക്ക് അത് റിപ്പയറിന് വേണ്ടി മാറ്റി വെക്കാൻ സാധിക്കില്ല, കാരണം വേറൊരു ആൾട്ടർനേറ്റർ അവിടെ ഇല്ല. പക്ഷെ ഒന്നിൽ കൂടുതൽ ആൾട്ടർനേറ്റർ പാരലൽ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആൾട്ടർനേറ്ററിനെ റിപ്പയറിന് വേണ്ടി മാറ്റി വെക്കാൻ സാധിക്കും. മറ്റേ ആൾട്ടർനേറ്റർ അവിടെ സിസ്റ്റത്തെ കൈകാര്യം ചെയ്തോളും. ഇറ്റ് എനേബിൾസ് എ ഫോൾട്ടി ആൾട്ടർനേറ്റർ ഫോർ റിപ്പയറിന് വേണ്ടി മാറ്റി വെക്കാൻ സാധിക്കും. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു പോയിന്റ് ആണ്. അവിടെ ദർ ഇസ് നോ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് സപ്ലൈ. അവിടെ പാരലൽ ഓപ്പറേഷൻ ഇല്ല. ആകെ ഒരു ആൾട്ടർനേറ്റർ ഉള്ളെങ്കിൽ അത് റിപ്പയറിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ സപ്ലൈ ബ്രേക്ക് ഡൗൺ ആവും, ആകെ പ്രശ്നമാവും, സിസ്റ്റം തകരാറിലാവും. ദർ ഇസ് നോ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് സപ്ലൈ. അപ്പോ ഇറ്റ് എനേബിൾസ് എ ഫോൾട്ടി ആൾട്ടർനേറ്റർ ഫോർ റിപ്പയർ. 2, ദർ ഈസ് നോ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് സപ്ലൈ. 3, ഡ്യൂറിംഗ് പീക്ക് ലോഡ് പീരിയഡ് additional alternators will be a help to the existing alternator. During peak load period മനസ്സിലായി? ലോഡ് കൂടുന്ന സമയത്ത് നിലവിലുള്ള ആൾട്ടർനേറ്ററിന് ഒരു ഹെൽപ്പായിട്ട്, ആകെ ഒരു ആൾട്ടർനേറ്റർ മാത്രമാണ് ഒരു ലോഡിനെ കൈകാര്യം ചെയ്യണേ. ആ ആൾട്ടർനേറ്റർ ഒരു 10 ആംപിയർ ലോഡ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരു ആൾട്ടർനേറ്ററിനെ കൊണ്ട് മാത്രം ഫുള്ള് 10 ആംപിയർ കൊടുക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. വേറൊരു 10 ആംപിയറിന്റെ ആൾട്ടർനേറ്ററും കൂടി പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടിനും കൂടി ആകുമ്പോൾ 20 ആംപിയറായി. പക്ഷെ ആകെ 10 ആംപിയറേ ലോഡുള്ളൂ. അപ്പോൾ ഓരോ ആൾട്ടർനേറ്ററും എത്രയാ പറയാ, 5 ആംപിയർ വെച്ച ഷെയർ കൊടുക്കേണ്ടി വരുമല്ലോ. മനസ്സിലായോ പറഞ്ഞത്? ഒരു ആൾട്ടർനേറ്റർ ഡെലിവർ ചെയ്യുന്ന ലോഡ് കറണ്ട് 10 ആംസ്. അപ്പൊ 10 ആംസിന്റെ ലോഡ് അവിടെ ഫീഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ 10 ആംപിയർ പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല. ആൾട്ടർനേറ്റർ കൊണ്ട് 10 ആംപിയർ മുഴുവനായിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല, കാരണം 100% എഫിഷ്യൻസി ഒരു മെഷീൻ ഉണ്ടാവില്ലല്ലോ. അതേ കപ്പാസിറ്റി ഉള്ള കറണ്ട് കാര്യം കപ്പാസിറ്റിയിലെ വേറെ ആൾട്ടർനേറ്റർ പാരലൽ ഓപ്പറേഷൻ വന്നു. അപ്പൊ 2 ആൾട്ടർനേറ്റർ കൂടി ആകെ എത്ര ആംപിയർ കൊടുക്കാം? 20 ആംപിയർ കൊടുക്കാം. പക്ഷെ ലോഡിന് ആകെ എത്ര ആവശ്യമുള്ളൂ? 10 ആംപിയർ ആവശ്യമുള്ളൂ. അപ്പൊ ഒന്നാമത്തെ ആൾട്ടർനേറ്ററിൽ നിന്നും 5 ആംപിയർ എടുക്കും, രണ്ടാമത്തെ ആൾട്ടർനേറ്ററിൽ നിന്നും 5 ആംപിയർ എടുക്കും. അപ്പൊ ആൾട്ടർനേറ്ററിന്റെ അധിക ഭാരം ഒഴിവായി കിട്ടി. 2 ആൾട്ടർനേറ്ററുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യും, സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും. അതാണ് പറയുന്നത്. അപ്പൊ ലോഡ് കൂടുന്ന സമയത്ത് അഡീഷണൽ ആൾട്ടർനേറ്റർ will be a help to the existing alternator. 4, efficiency of the system improves. ഞാനിപ്പോ പറഞ്ഞതാണ്, സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും. അപ്പൊ പറഞ്ഞോ, ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓർ നെസസിറ്റീസ്. അഡ്വാൻറ്റേജും ആണ് നെസസിറ്റി ആണ്. അഡ്വാൻറ്റേജസ് ഓർ നെസസിറ്റീസ് ഓഫ് പാരലൽ ഓപ്പറേഷൻ ഏതൊക്കെയാ? ഒന്ന്, ഇറ്റ് എനേബിൾസ് എ ഫോൾട്ടി ആൾട്ടർനേറ്റർ ഫോർ റിപ്പയർ. ഒന്നാമത്തെ പോയിന്റ്. ദർ ഈസ് നോ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് സപ്ലൈ. During peak load period, additional alternators will be a help to the existing alternator. 4, efficiency of the system improves. അതായത് റിപ്പയറിന് വേണ്ടി ഒരു ആൾട്ടർനേറ്ററിനെ മാറ്റി വെക്കാൻ സാധിക്കും പാരലൽ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ. അതുവഴി ഒരു ആൾട്ടർനേറ്ററിനെ റിപ്പയറിന് വേണ്ടി മാറ്റി വെക്കാൻ കഴിഞ്ഞാലും അടുത്ത സപ്ലൈ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആകുന്നില്ല. ലോഡ് കൂടുന്ന സമയത്ത് ആൾട്ടർനേറ്ററിന് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ആൾട്ടർനേറ്റർ ഹെൽപ്പായിട്ട് വരും. അതുവഴി മൊത്തം സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും. ഇതാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ്, അത് അഡ്വാൻറ്റേജും ആണ്, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇതെല്ലാം നമുക്ക് ആവശ്യങ്ങളാണ്, നെസസിറ്റിയാണ്.
ഇതൊക്കെ വേണം നമുക്ക്. റിപ്പയറിന് വേണ്ടി മാറ്റി വെക്കേണ്ടത് ആവശ്യമാണ്. ബ്രേക്ക് ഡൗൺ ഓഫ് സപ്ലൈ ഉണ്ടാതിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെന്താ പറയാ, ലോഡ് കൂടുന്ന സമയത്തുള്ള ആൾട്ടർനേറ്റീവ് ഹെൽപ്പായിട്ട് വേറെ ആൾട്ടർനേറ്റീവ് വരുന്നത് ആവശ്യമാണ്. ഇതൊക്കെ അഡ്വാൻറ്റേജും ആണ്, നെസസിറ്റിയാണ്. ഇത് മാത്രമല്ല, പ്രധാനമായിട്ട് 2-3 അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ നെസസിറ്റീസും കൂടി ഉണ്ട്. ഇപ്പൊ ടോട്ടൽ ലോഡ് റിക്വയർമെന്റ് കനോട്ട് ബി മെറ്റ് ബൈ എ സിംഗിൾ അൾട്ടർനേറ്റർ. അത് ടോട്ടൽ ലോഡ് റിക്വയർമെന്റ് ഒരു അൾട്ടർനേറ്ററിനെ കൊണ്ട് മാത്രം താങ്ങാൻ സാധിക്കുന്നില്ല. ഒരു അൾട്ടർനേറ്ററിന് 10 ആംപിയറാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. 10 ആംപിയർ വലിയ കുഴപ്പമില്ലാണ്ട് അത് കൊടുക്കും. എങ്ങാനും ലോഡ് പീക്ക് അഡീഷണൽ ആയിട്ട് വന്നു, ആ അഡീഷണൽ ആയിട്ട് 11ാമത് ആംപിയർ വന്നു കഴിഞ്ഞാൽ ഈ ലോഡിന് ഈ അൾട്ടർനേറ്ററിനെ കൊണ്ട് അവിടെ താങ്ങാൻ സാധിക്കില്ല. അപ്പൊ ലോഡ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനായിട്ട് നിലവിലുള്ള അൾട്ടർനേറ്ററിന് സാധിക്കുന്നില്ലെങ്കിൽ വേറൊരു അൾട്ടർനേറ്ററോടെ പാരലൽ ഓപ്പറേഷൻ നടത്തേണ്ടി വരും. ടോട്ടൽ ലോഡ് റിക്വയർമെന്റ് കനോട്ട് ബി മെറ്റ് ബൈ എ സിംഗിൾ അൾട്ടർനേറ്റർ. ടോട്ടൽ ലോഡ് റിക്വയർമെന്റ് കനോട്ട് ബി മെറ്റ് ബൈ എ സിംഗിൾ അൾട്ടർനേറ്റർ. അത്തരം സന്ദർഭത്തിൽ എന്താ ആവശ്യമായിട്ട് വരും? പാരലൽ ഓപ്പറേഷൻ ആവശ്യമായിട്ട് വരും. അപ്പോ പാരലൽ ഓപ്പറേഷന്റെ നെസസിറ്റിയാണ് പറയുന്നത്. ഇനി അത് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുമ്പോഴോ, ടോട്ടൽ ലോഡ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ പാരലൽ ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ സാധിക്കുന്നു. കണ്ടോ, ഒരേ പോയിന്റ് തന്നെ അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ആവശ്യമാണ്, അത് അഡ്വാൻറ്റേജ് ആയി വന്നു. അത് ആ പരിഹാരം ആവുമ്പോൾ, അതായത് ടോട്ടൽ ലോഡിനെ മീറ്റ് ചെയ്യാനായിട്ട് നിലവിലുള്ള ആൾട്ടർനേറ്റീവ് സാധിക്കുന്നില്ല, അതുകൊണ്ട് പാരലൽ ഓപ്പറേഷൻ ആവശ്യമാണ്. അപ്പൊ പാരലൽ ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ലോഡ് കൂടിയാലും അതിന്റെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഒരേ പോയിന്റ് തന്നെ അഡ്വാൻറ്റേജ് ആയിട്ട് എഴുതാം. നേരത്തെ 4ാമത്തെ പോയിന്റ് കൂടാതെ അത് 5ാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാം. 5ാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാം. പാരലൽ ഓപ്പറേഷൻ ഇൻക്രീസസ് ദ റിലയബിലിറ്റി ഓഫ് സപ്ലൈ. ഞാൻ പറഞ്ഞു, ഒരു ലോഡ് ഒരു സിസ്റ്റത്തെ ഫീഡ് ചെയ്യുന്ന ഒരു അൾട്ടർനേറ്റർ ആണെങ്കിൽ ആ അൾട്ടർനേറ്ററിന് എന്തെങ്കിലും പാകപ്പഴകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലീറ്റ് സിസ്റ്റം തകരാറിലാവും. അതിന്റെ വിശ്വാസ്യത പോവും, ആൾക്കാർക്കുള്ള വിശ്വാസ്യത, റിലയബിലിറ്റി നഷ്ടപ്പെടും. പക്ഷെ വേറെ ആൾട്ടർനേറ്റർ പാരലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ കൈകാര്യം ചെയ്തോളും. കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് സപ്ലൈ സംഭവിക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ മൊത്തത്തിലുള്ള എഫിഷ്യൻസി കൂടുന്നു. ഇതൊക്കെ റിലയബിലിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. അപ്പൊ 6ാമത്തെ പോയിന്റ് ആയിട്ട് ഇത് പറയാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതായത് മെയിൻ്റനൻസിന് വേണ്ടി മാറ്റി വെക്കാൻ സാധിക്കും, അല്ലെങ്കിൽ റിപ്പയറിന് വേണ്ടി മാറ്റി വെക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ ഇത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പാരലൽ ഓപ്പറേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ് ലീഡ്സ് ടു എക്കോണമി ഇൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അതായത് ലെസ് എഫിഷ്യന്റ് മെഷീൻസ് ക്യാൻ ബി ഷട്ട് ഡൗൺ. അതായത് ഒന്നിൽ കൂടുതൽ മെഷീൻസ് പാരലൽ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ എഫിഷ്യൻസി കുറഞ്ഞ മെഷീനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഉഷാറായിട്ട് വർക്ക് ചെയ്തോളും. അങ്ങനെ എക്കണോമിക്കലുമാണ്. അപ്പൊ ഈ 3 പോയിന്റുകൾ, 5, 6, 7 പോയിന്റുകൾ പറയാം. 5, 6, 7 അഡ്വാൻറ്റേജസ് ഓർ നെസസിറ്റീസ് ഓഫ് പാരലൽ ഓപ്പറേഷൻ. അതായത് ഇറ്റ് എനേബിൾസ് എ ഫോൾട്ടി അൾട്ടർനേറ്റർ ഫോർ റിപ്പയർ. ദർ ഇസ് നോ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ സപ്ലൈ ഡ്യൂറിംഗ് പീക്ക് ലോഡ് പീരിയഡ്. അഡീഷണൽ അൾട്ടർനേറ്റേഴ്സ് വിൽ ബി എ ഹെൽപ്പ് ടു ദ എക്സിസ്റ്റിംഗ് അൾട്ടർനേറ്റർ. സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കൂടുന്നു, റിലയബിലിറ്റി ഇംപ്രൂവ്സ്, എക്കണോമിക്കലാകുന്നു, ടോട്ടൽ ലോഡ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതാണ് അവസാനം പറഞ്ഞ 3 പോയിന്റ്. ലോഡ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നു, സിസ്റ്റത്തിന്റെ റിലയബിലിറ്റി കൂട്ടാനായിട്ട് സാധിക്കുന്നു, അതേപോലെ തന്നെ എക്കോണമി എന്ന് പറഞ്ഞാൽ ലെസ് എഫിഷ്യന്റ് മെഷീൻസിനെ റീപ്ലേസ് ചെയ്യാം, മറ്റ് മെഷീൻസ് കൈകാര്യം ചെയ്തോളും. ഇതാണ് അഡ്വാൻറ്റേജസ് ഓർ നെസസിറ്റീസ് ഓഫ് പാരലൽ ഓപ്പറേഷൻ. ഇവിടെ പറഞ്ഞ 4 പോയിന്റും ഈ പറഞ്ഞ 3 പോയിന്റും കൂട്ടിച്ചേർത്ത് പറയാം. അടുത്തത് എന്താണ് പാരലൽ ഓപ്പറേഷൻ എന്നും അതിന്റെ അഡ്വാൻറ്റേജ് ഓർ നെസസിറ്റീസും എന്താന്ന് പറഞ്ഞു. അപ്പോൾ മൊഡ്യൂൾ 12 ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് സിങ്ക്രണൈസേഷൻ ഓർ പാരലൽ ഓപ്പറേഷൻ. ഇനി എന്താണ് കണ്ടീഷൻസ് ഫോർ പാരലൽ ഓപ്പറേഷൻ? ഇതുവരെ പറഞ്ഞത് അഡ്വാൻറ്റേജസ് ഓർ നെസസിറ്റീസ് ആണ്. പാരലൽ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പാരലൽ ഓപ്പറേഷൻ ഏതൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? സക്സസ്ഫുൾ ആയിട്ടുള്ള പാരലൽ ഓപ്പറേഷൻ വോൾട്ടേജ് ഓഫ് 2 അൾട്ടർനേറ്റേഴ്സ് മസ്റ്റ് ബി സെയിം. ഏത് 2 അൾട്ടർനേറ്ററുകൾ തമ്മിലാണോ പാരലൽ ഓപ്പറേഷൻ നടത്തുന്നത് അതിന്റെ വോൾട്ടേജ് സെയിം ആയിരിക്കണം, രണ്ടിന്റെയും ഫ്രീക്വൻസി സെയിം ആയിരിക്കണം, രണ്ടിന്റെയും ഫേസ് സീക്വൻസ് സെയിം ആയിരിക്കണം. വോൾട്ടേജ്, ഫ്രീക്വൻസി, ഫേസ് സീക്വൻസ്. 1 ടെർമിനൽ വോൾട്ടേജ്, 2 ഫ്രീക്വൻസി, 3 ഫേസ് സീക്വൻസ്. ഈ പോയിന്റ് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. 1, 2, 3. അപ്പൊ കണ്ടീഷൻസ് ഫോർ പാരലൽ ഓപ്പറേഷൻ ഏതാ? 3 വോൾട്ടേജ്, ഫ്രീക്വൻസി, ഫേസ് സീക്വൻസ്. ഇനി അടുത്ത മെത്തേഡ്സ് ഓഫ് സിങ്ക്രണൈസേഷൻ. അപ്പൊ 3 പോയിന്റുകളാണ് ഇതിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. 1, വാട്ട് ഈസ് മെൻ ബൈ സിങ്ക്രണൈസേഷൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓർ നെസസിറ്റീസ്, അത് 1ാമത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റ് അതിന്റെ കണ്ടീഷൻസ്. ഏതൊക്കെ കണ്ടീഷൻസ്? 2 അൾട്ടർനേറ്ററുകളുടെയും വോൾട്ടേജ് സെയിം ആവണം, രണ്ടിന്റെയും ഫേസ് സീക്വൻസ് സെയിം ആവണം, രണ്ടിന്റെയും ഫ്രീക്വൻസി സെയിം ആവണം. എന്നതിന് ശേഷമേ പാരലൽ ഓപ്പറേഷൻ നടത്താൻ പാടുള്ളൂ. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷമേ പാരലൽ ഓപ്പറേഷൻ നടത്താൻ പാടുള്ളൂ. പിന്നെ അടുത്ത് എന്താ? മെത്തേഡ്സ് ഓഫ് സിങ്ക്രണൈസേഷൻ. എങ്ങനെയാണ് സിങ്ക്രണൈസേഷൻ? 2 മെത്തേഡുകളാണ്. ഒന്ന് ലാമ്പ് മെത്തേഡ്, മറ്റൊന്ന് സിങ്ക്രോസ്കോപ്പ് മെത്തേഡ്. ലാമ്പ് മെത്തേഡ് ഈസ് ഫർദർ ക്ലാസിഫൈഡ് ഇൻടു 2, ഡാർക്ക് ലാമ്പ് മെത്തേഡ് ആൻഡ് ബ്രൈറ്റ് ലാമ്പ് മെത്തേഡ്. ഒരുപക്ഷെ എക്സാമിന് അതിനെ കുറിച്ചൊക്കെ ചോദിച്ചേക്കാം. അപ്പൊ ഇതൊരു ഇൻട്രോ മാത്രം, അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കൊരു പരിചയപ്പെടുത്തൽ മാത്രമാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓർ നെസസിറ്റീസ് ഓഫ് പാരലൽ ഓപ്പറേഷൻ 1 പോയിന്റ്. കണ്ടീഷൻസ് ഫോർ പാരലൽ ഓപ്പറേഷൻ, അതായത് അത് 2ാമത്തെ പോയിന്റ്. അതിൽ 3 കാര്യങ്ങളുണ്ട്. വോൾട്ടേജ് സെയിം ആയിരിക്കണം, ഫ്രീക്വൻസി സെയിം ആയിരിക്കണം, ഫേസ് സീക്വൻസ് സെയിം ആയിരിക്കണം. 3 മെത്തേഡ്സ് ഓഫ് സിങ്ക്രണൈസേഷൻ. സിങ്ക്രണൈസേഷൻ എത്ര തരത്തിൽ ചെയ്യാം? 2 തരത്തിൽ. ഏതൊക്കെയാ? ഒന്ന് ലാമ്പ് മെത്തേഡ്, മറ്റൊന്ന് സിങ്ക്രോസ്കോപ്പ് മെത്തേഡ്.
ലാമ്പ് മെത്തേഡ് തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഡാർക്ക് ലാമ്പ് മെത്തേഡും ബ്രൈറ്റ് ലാമ്പ് മെത്തേഡും. ലാമ്പ് മെത്തേഡ് തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഡാർക്ക് ലാമ്പ് മെത്തേഡും ബ്രൈറ്റ് ലാമ്പ് മെത്തേഡും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് രണ്ടാമത്തെ മൊഡ്യൂൾ അതിനനുസരിച്ച് പഠിക്കുക. മറ്റ് വീഡിയോസ് കാണുക, അതിന്റെ തിയറി വീഡിയോസും പ്രാക്ടീസ് സെഷൻ വീഡിയോസും. പ്രാക്ടീസ് സെഷൻ വീഡിയോസിലാണ് പ്രോബ്ലംസും കാര്യങ്ങളുള്ളത്, തിയറി വീഡിയോസിലാണ് കംപ്ലീറ്റ് തിയറി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എല്ലാ വെർഷൻ ആ 2 വീഡിയോയിലും ഉണ്ട്. ഇതിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു. അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.